സെവൻത്ത് സ്റ്റാൻഡേർഡിലെ ആഡിങ് ആംഗിൾസ് എന്നുള്ള ഫസ്റ്റ് ചാപ്റ്ററാണ് ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അത് നിങ്ങൾ ഓൾറെഡി സിക്സ്ത് സ്റ്റാൻഡേർഡിൽ അത് പഠിച്ചിട്ടുള്ളതാണ്. അതിൽ കൂടുതലായിട്ട് ഒന്നും ഈ വർഷം പഠിക്കാനില്ല. അത് തന്നെ നമുക്കൊന്ന് റിവേഴ്സ് ചെയ്ത് നോക്കാം. ഫസ്റ്റ്, വാട്ട് ഈസ് ആൻ ആംഗിൾ? ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? ടു ലൈൻസ് മീറ്റിംഗ് അറ്റ് എ പോയിന്റ് ഫോംസ് ആൻ ആംഗിൾ. രണ്ട് ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോൾ അവിടെ ആംഗിൾ ഫോം ചെയ്യുന്നു. ടു ലൈൻസ് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ എന്തുണ്ടാവുന്നു? ആംഗിൾ ഉണ്ടാവുന്നുണ്ട്, ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. കൺസിഡർ ദിസ് ആംഗിൾ. ഈ രണ്ട് ലൈൻസിനും ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. ദാറ്റ് മീറ്റിംഗ് പോയിന്റ് ഈസ് കോൾഡ് വെർട്ടെക്സ്. ഇത് ഒരു ആംഗിൾ ആണ്. നെക്സ്റ്റ് ഇവിടെ 3 ലൈൻസ് ഉണ്ട്. 3 ലൈൻസിനും ഒരു മീറ്റിംഗ് പോയിന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്? ഈ രണ്ട് ലൈൻസ് വെച്ച് ഇവിടെ ഒരു ആംഗിൾ ഉണ്ട്, ഈ രണ്ട് ലൈൻസ് വെച്ച് ഇവിടെയും ഒരു ആംഗിൾ ഉണ്ട്, അത് കൂടാതെ ഇവിടെ ഒരു വലിയ ആംഗിൾ ഉണ്ട്. അപ്പോൾ ഓൾ ടുഗദർ there are 3 angles. ഇനി ഒരു ആംഗിളിന് എങ്ങനെ നെയിം കൊടുക്കും? ആംഗിളിന് നെയിം കൊടുക്കാൻ നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ക്യാപിറ്റൽ ഞാൻ ലെറ്റേഴ്സ് യൂസ് ചെയ്തു, ABC. ആംഗിളിനെ ഡിനോട്ട് ചെയ്യാൻ നമ്മൾ ചെറുതാക്കി ആംഗിൾ എഴുതും. ആംഗിൾ എഴുതുന്നത് ആംഗിൾ ABC. അല്ലെങ്കിൽ ഇതിനെ എന്തെന്നും പറയാം? ആംഗിൾ CBA. ഈ രണ്ട് ആംഗിളും സെയിം ആണ്. ആംഗിൾ ABC ആംഗിൾ CBA. ആംഗിളിനെ ഡിനോട്ട് ചെയ്യുമ്പോൾ അതിന്റെ കണ്ടീഷൻ എന്താണെങ്കിൽ ഈ മീറ്റിംഗ് പോയിന്റിന്റെ അവിടെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എവിടെയായിരിക്കണം? മിഡിലായിരിക്കണം എഴുതേണ്ടത്. അപ്പോൾ ആംഗിൾ ABC എന്ന് പറഞ്ഞാലും ആംഗിൾ CBA എന്ന് പറഞ്ഞാലും ഈ ആംഗിൾ തന്നെയാണ്. മിഡിൽ ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് മീറ്റിംഗ് പോയിന്റിനെ ആയിരിക്കും. ഇത് ആംഗിൾ BCA എന്ന് പറഞ്ഞാൽ എഴുതിയത് ശരിയല്ല. ആംഗിൾ ABC എന്നും എഴുതാം, ആംഗിൾ CBA എന്നും എഴുതാം. ആംഗിൾ വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയാം. അതുപോലെ ഒരു ആംഗിൾ തന്നാല് അതിനെ മെഷർ ചെയ്യാനും അറിയാം. പ്രൊട്രാക്ടർ ഉപയോഗിച്ച് മെഷർ ചെയ്യാനും. പിന്നെ ഇവിടെ ഒരു ആംഗിൾ വരച്ചു, ആംഗിൾ ABC. അതായത് BCയിൽ വെച്ച് ആംഗിൾ 30 ഡിഗ്രിയിൽ വരച്ചപ്പോൾ ആംഗിൾ ABC 30 ഡിഗ്രി. ഇനി നെക്സ്റ്റ് ABയിൽ വെച്ച് ഞാനൊരു ലൈൻ കൂടി വരച്ചു. ABD ആംഗിൾ ABD 40 ഡിഗ്രി വരച്ചു. അപ്പൊ ഇതിൽ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. ആംഗിൾ ABC ഈക്വൽ ടു 30 ഡിഗ്രി. നെക്സ്റ്റ് ആംഗിൾ ABD ഈക്വൽ ടു 40 ഡിഗ്രി. ഇനി ഈ ഫിഗറിൽ ഒരു ആംഗിൾ കൂടി ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ആംഗിൾ? ആംഗിൾ DBC. ആംഗിൾ DBC. DBC എന്ന് പറഞ്ഞാല് ആംഗിൾ ABC പ്ലസ് ആംഗിൾ DBC എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിളും കൂടിയതാണ് എന്ത്? ആംഗിൾ DBC. ആംഗിൾ DBC ഈക്വൽ ടു ആംഗിൾ ABC പ്ലസ് ആംഗിൾ ABD. That is equal to angle ABC 30 degree, angle ABD 40 degree. അപ്പോൾ ആംഗിൾ DBC equal to 70 degree. ഇപ്പോൾ രണ്ട് ആംഗിൾ തന്നിട്ടുണ്ട്. അത് രണ്ടും കൂടിയ വലിയ ആംഗിൾ ആണ് DBC. അത് ചെയ്യാൻ എന്ത് ചെയ്തു? രണ്ട് ആംഗിളും കൂടി ആഡ് ചെയ്തു. നെക്സ്റ്റ് നമുക്കൊരു എക്സാമ്പിൾ കൂടി നോക്കാം. ആംഗിൾ ABC 40 ഡിഗ്രി തന്നിട്ടുണ്ട്, ആംഗിൾ ABD 60 ഡിഗ്രി തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ DBC എത്രയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ആംഗിൾ 40 ഡിഗ്രി, ഈ ആംഗിൾ 60 ഡിഗ്രി. ഇതെല്ലാം കൂടി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 60 + 40 100 ഡിഗ്രി. രണ്ട് ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. രണ്ട് ക്വസ്റ്റ്യനും ഹോംവർക്ക് ആയിട്ട് ചെയ്യാം. രണ്ട് ആംഗിൾസ് തന്നിട്ടുണ്ട്. ഹൗ മച്ച് ഈസ് ആംഗിൾ KM? നെക്സ്റ്റ് how much is angle PQS? Next അടുത്ത ക്വസ്റ്റ്യൻ, ആംഗിൾ ABC equal to 80 ഡിഗ്രി തന്നിട്ടുണ്ട്. ആൻഡ് ആംഗിൾ DBC equal to 30 ഡിഗ്രി ഉണ്ട്. ആംഗിൾ ABC എന്ന് പറയുന്നത് 80 ഡിഗ്രി വലിയ ലാർജ് ആംഗിൾ 80 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. ആംഗിൾ DBC എന്ന് പറയുന്നത് ഈ ചെറുത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്രോബ്ലത്തിൽ രണ്ട് ചെറുത് തന്നു, എന്നിട്ട് വലുത് കണ്ടുപിടിച്ചു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ട് ചെറുത് തന്നതിനെ ആഡ് ചെയ്തിട്ട്
വലിയ ആംഗിൾ കണ്ടുപിടിച്ചു. ഇപ്പൊ വലിയ ആംഗിൾ തന്നിട്ടുണ്ട്, ഈ ചെറുതൊരെണ്ണം തന്നിട്ടുണ്ട്. അപ്പൊ എന്ത് വേണം? ഇത് കിട്ടാനായിട്ട് ഈ ആംഗിൾ ABD കിട്ടാനായിട്ട് 80 30 മൈനസ് ചെയ്യണം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആംഗിൾ ABD. ആംഗിൾ ABD ആണ് കണ്ടുപിടിക്കേണ്ടത്. ആംഗിൾ ABD കണ്ടുപിടിക്കണമെങ്കിൽ ഈ ലാർജർ ട്രയാംഗിളായ ആംഗിൾ ABC ആംഗിൾ DBC മൈനസ് ചെയ്യണം. ആംഗിൾ ABD കണ്ടുപിടിക്കാനായിട്ട് ആംഗിൾ ABC എന്നുള്ള ലാർജർ ട്രയാംഗിളിൽ നിന്ന് സ്മോളർ ട്രയാംഗിൾ DBC മൈനസ് ചെയ്യണം. ലാർജർ ട്രയാംഗിളിന്റെ മെഷർ 80 ഡിഗ്രി മൈനസ് സ്മോളർ ട്രയാംഗിളിന്റെ മെഷർ 30 ഡിഗ്രി. ആൻസർ 50 ഡിഗ്രി. അപ്പൊ ആംഗിൾ ABD എന്ന് പറയുന്നത് ഈ ചെറുതിന്റെ ആംഗിൾ 50 ഡിഗ്രി. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. ആംഗിൾ PQS. ആംഗിൾ ലാർജർ ആംഗിൾ തന്നിട്ടുണ്ട് 120 ഡിഗ്രി. നെക്സ്റ്റ് അതിന് തന്നെ ഈ സ്മോളർ ആംഗിൾ PQR that is 45 ഡിഗ്രി. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ചെറിയ ആംഗിളായ ആംഗിൾ QS അതിന് എന്ത് വേണം? 120 ഡിഗ്രി മൈനസ് 45 ഡിഗ്രി. ആംഗിൾ RQS ഈക്വൽ ടു ആംഗിൾ PQS മൈനസ് ആംഗിൾ PQR. ആംഗിൾ PQS എത്രയാ? 120 ഡിഗ്രി മൈനസ് ആംഗിൾ PQR 45 ഡിഗ്രി. മൈനസ് ചെയ്യുമ്പോൾ 120 മൈനസ് 45 that is equal to 75. അപ്പൊ ഈ ആംഗിൾ RQS എന്ന് പറയുന്നത് 75 ഡിഗ്രി. ഹോംവർക്ക് ചെയ്യാൻ രണ്ട് ക്വസ്റ്റ്യൻ. ഈ രണ്ട് ക്വസ്റ്റ്യനിലും ലാർജർ ആംഗിൾ തന്നിട്ടുണ്ട്, അതിലെ ഒരു സ്മോളർ ആംഗിളും തന്നിട്ടുണ്ട്, മറ്റേ സ്മോളർ ആംഗിൾ കണ്ടുപിടിക്കണം. ഇതും സെയിം ടൈപ്പ്. ലാർജർ ആംഗിൾ തന്നിട്ടുണ്ട്, ഒരു സ്മോളർ ആംഗിൾ തന്നിട്ടുണ്ട്, അതർ വൺ കണ്ടുപിടിക്കും. ഇപ്പൊ ആംഗിളിനെ പറ്റി കൂടുതൽ അറിയണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. അത് ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്തതാണ്, അന്നാ മാത്സിന്റെ ബേസ് ഇൻഫർമേഷനുമാണ്. ആംഗിളിന്റെ മെഷർ അനുസരിച്ച് ആംഗിളിനെ ഡിഫറെന്റ് ടൈപ്സ് ആയിട്ട് തരംതിരിക്കാൻ പറ്റും. ഫസ്റ്റ് വൺ ആണത് ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി. 90 ഡിഗ്രിയുള്ള ആംഗിളിനെ പറയുന്ന പേര് നിങ്ങൾ 6th പഠിച്ചിട്ടുണ്ട്. ആൻ ആംഗിൾ ഓഫ് 90 ഡിഗ്രി ഈസ് റൈറ്റ് ആംഗിൾ. നെക്സ്റ്റ് ടൈപ്പ് ആണ് ആൻ ആംഗിൾ ലെസ് ദാൻ 90 ഡിഗ്രി ഈസ് എക്യൂട്ട് ആംഗിൾ. 90 ഡിഗ്രിയിൽ കുറവായിട്ടുള്ള ആംഗിളുകൾ ഒക്കെ നമ്മൾ എന്ത് പറയും? എക്യൂട്ട് ആംഗിൾ. എക്സാമ്പിൾ 45 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ, ഈ ആംഗിൾ എക്യൂട്ട് ആംഗിൾ ആണ്. 50 ഡിഗ്രി ഉള്ള ആംഗിൾ എക്യൂട്ട് ആംഗിൾ ആണ്. 89 ഡിഗ്രി ഉള്ള ആംഗിൾ വരെ എന്താണ്? എക്യൂട്ട് ആംഗിൾ ആണ്. 90 ഡിഗ്രി ആയാൽ എന്താവും? ദാറ്റ് ഈസ് എ റൈറ്റ് ആംഗിൾ. നെക്സ്റ്റ് ടൈപ്പ്, തേർഡ് ടൈപ്പ് ആണ് ആൻ ആംഗിൾ ഗ്രേറ്റർ ദാൻ 90 ഡിഗ്രി ആൻഡ് ലെസ് ദാൻ 180 ഡിഗ്രി ഈസ് ഒബ്റ്റ്യൂസ് ആംഗിൾ. എക്സാമ്പിൾ ആംഗിൾ 110 ഡിഗ്രി, ദാറ്റ് ഈസ് an obtuse angle. ആംഗിൾ 91 ഡിഗ്രി, 90 ഡിഗ്രിക്കും 180 ഡിഗ്രിക്കും ഇടയിൽ മെഷറുള്ള എല്ലാ ആംഗിൾസിനെയും ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് പറയുന്നു. 3 ടൈപ്സ് ഓഫ് ആംഗിൾ: റൈറ്റ് ആംഗിൾ, എക്യൂട്ട് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആംഗിൾ. നെക്സ്റ്റ് ഇവിടെ കുറച്ച് ആംഗിൾസ് വരച്ചിട്ടുണ്ട്. ആ ആംഗിൾസ് എക്യൂട്ട് ആണോ, ഒബ്റ്റ്യൂസ് ആണോ, റൈറ്റ് ആംഗിൾ ആണോ എന്നൊക്കെ. ഫസ്റ്റ് വൺ 30 ഡിഗ്രി. 30 ഡിഗ്രി ഇപ്പൊ എന്തായി? 90 ഡിഗ്രിയിലും ചെറുതാണ്, ദാറ്റ് ഈസ് ആൻ എക്യൂട്ട് ആംഗിൾ. നെക്സ്റ്റ് 110 ഡിഗ്രി, ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 90 degree, therefore obtuse. This is 90 degree, therefore that is right angle. Next 140 degree, 90 degree യിലും വലുതാണ്, 180 യിലും ചെറുതാണ്. അങ്ങനെയുള്ള ആംഗിളിനെ എന്ത് പറയുന്നു? obtuse angle. Next one 40 degree, that is less than 90 degree, therefore that is an acute angle. 20 degree less than 90 degree, that also acute angle. 60 degree, that is also less than 90 degree, therefore acute angle. Next 105 degree, that is 105 is greater than 90 degree and less than 180 degree, therefore that is obtuse angle.